ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ്. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഇഡലിയും കടലയും തയ്യാറാക്കിയാലോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കടലക്കറിയാണ്. കടലക്കറി ഇങ്ങനെ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. നമുക്കങ്ങനെ കുക്കറിൽ കടല വേവിച്ചെടുക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഇഡലിയും തയ്യാറാക്കാം. ഇഡലി തട്ട് നമുക്കൊന്ന് ആവിയേറ്റിയെടുക്കാം. ഇഡലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഡലി പുഴുങ്ങുന്ന പോലെ തന്നെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. നല്ലപോലെ ആവി വന്നിട്ടുണ്ട്. നമുക്കിനി മാവും കോരി ഒഴിക്കാം. അങ്ങനെ മാവെല്ലാം കോരി ഒഴിച്ച് നമുക്കിനി അടച്ചൊരു 10-12 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇങ്ങനെ ഇഡലി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി കടലയും കുക്കറിൽ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. കടലയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്നത്. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ കടുക് വറുക്കാൻ താളിച്ചതിന് ശേഷം കടുകും മുളകൊക്കെ ഇട്ട് നമുക്ക് കുറച്ച് സവാള വഴറ്റിയെടുക്കണം. നല്ലപോലെ ചെറുതായി കട്ട് ചെയ്ത് സവാളയാണ് നല്ലപോലെ വഴറ്റിയെടുക്കുക. നമുക്കിത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. നമ്മുടെ കടലക്കറിയും വെന്ത് വന്നിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിൽ ചേർക്കാം. സവാള വഴറ്റിയതിനകത്തോട്ട് നമുക്ക് കടലക്കറിയും ചേർക്കാം. കടലക്കറി കുക്കറിൽ വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പം നമുക്ക് ഉപ്പും ചേർത്ത് കുറച്ച് നേരം തിളച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് അരപ്പും ചേർക്കാം. നമ്മൾ വറുത്തരച്ച തേങ്ങയാണ് ചേർക്കുന്നത്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ടാണ് മൂപ്പിച്ചെടുത്തത്. നല്ലൊരു മണമാണ് ഈ കടലക്കറിക്ക്. നമ്മൾ ഉള്ളിയൊക്കെ അധികം വെന്ത് പോകാതെ വഴറ്റിയ ഉടനെ നമുക്ക് അരപ്പ് ചേർക്കുകയാണെങ്കിൽ ആ ഉള്ളി വഴറ്റിയതിൻ്റെയൊക്കെ നല്ല മണമായിരിക്കും. അപ്പോൾ അത് കൂടുതൽ വെന്ത് പോകണ്ട. ഇതൊന്ന് കുറച്ച് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല കടലക്കറിയാണ്, നല്ല മണമാണ്. ഇഡലി കഴിക്കാനും ദോശയ്ക്ക് കഴിക്കാനും ഒക്കെ നല്ലതാണ്. ഇഡലിയുടെ ഈ കടലക്കറി വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് നിർബന്ധമായിട്ടും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആ ബെല്ലൈക്കന് എനേബിൾ ചെയ്യണം. ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.